ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് പഫ് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 2.5 വയസ്സായ 3 വയസ്സായ കുട്ടിയുടെ ഒരു അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സ്ലീവിനുള്ള തുണിയെടുത്ത് 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ലെങ്ത്ത് ആവശ്യം 4 ഇഞ്ചാണ്. അപ്പോൾ ആ 4 ഇഞ്ചിലൂടെ നമ്മളൊരു 2 ഇഞ്ച് കൂടുതലായിട്ട് 6 ഇഞ്ച് എടുക്കണം. സൈഡ് ഇതുപോലെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലെങ്ത്ത് 4 ഇഞ്ചിലൂടെ 2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത് നമുക്ക് പഫിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ്. പഫ് നമ്മുടെ സ്ലീവ്, അതായത് പഫ് ഇങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഷേപ്പാവണം നമ്മൾ പഫ് സ്ലീവിനായിട്ട് കട്ട് ചെയ്യുമ്പോൾ. അതേപോലെ വേസ്റ്റ് എടുക്കുന്നത് ഇതിലിപ്പോൾ ഞാനൊരു 8.5 എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് എത്രയാണോ പഫ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേസ്റ്റ് കൂടുതൽ എടുക്കുക. ഇപ്പോൾ ഒരു 10 ഇഞ്ച് വേണമെങ്കിൽ വേസ്റ്റ് എടുക്കാം, 9 ഇഞ്ച് എടുക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു 8.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്ലീവ് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ 2 എൻഡും ഒന്ന് സെൻറ്റർ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് മറക്കരുത്, നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തണം. പ്ലീറ്റ്സൊക്കെ ഇടുമ്പോൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ അടുത്ത് ചെയ്യുന്നത് സ്ലീവിൻ്റെ ഫ്രണ്ട് കുഴിച്ച് വെട്ടുക എന്നുള്ളതാണ്. അതും കുഴിച്ച് വെട്ടണം. ഇതിപ്പോൾ ഒരു 2.5-3 വയസ്സായ കുട്ടിയുടെ അളവാണ് ഞാനിവിടെ ചെയ്യുന്നത്. നമുക്ക് വേസ്റ്റ്, അതായത് പഫ് കൂടുതൽ വേണമെങ്കിൽ വേസ്റ്റ് കൂട്ടിയെടുക്കാം. ഇതുപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വെട്ടി അതൊന്ന് മാർക്ക് ചെയ്യുക. പിന്നെ സൈഡ് 3 ഇഞ്ച് തന്നെ വേണമെന്നില്ല, സൈഡ് ഒരു 2.5 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. അടുത്ത് താഴെ പൈപ്പിംഗ് ചെയ്യാനായിട്ട്, അതായത് പ്ലേറ്റിനെ കവർ ചെയ്തിട്ട് പൈപ്പിംഗ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലുള്ളൊരു പീസ് എടുക്കുന്നത്. ഇതൊരു 1.5 ഇഞ്ച് പീസാണ് വരുന്നത്. അത് നമുക്ക് പൈപ്പിംഗ് വീതി കുറച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ചാക്കാം. ഇതിപ്പോൾ ഞാൻ 1.5 ഇഞ്ചായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് താഴെയുള്ള പൈപ്പിംഗ് വീതി കൂടുതൽ വേണമെങ്കിൽ അതിനും അനുസരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ താഴെ കൈ ലൂസ് വരുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പും വെച്ചിട്ട് താഴെ ഒരു 5 ഇഞ്ചാണ് എടുക്കുന്നത്. 4 ഇഞ്ചാണ് താഴത്തെ കൈ ലൂസ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 2 പീസും 2 സ്ലീവിൻ്റെയും 2 പൈപ്പിംഗ് പീസും കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത പീസിൻ്റെ നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തണം, അതും മറക്കരുത്. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കട്ടിങ്, ഇവിടെ പഫ് സ്ലീവിൻ്റെ കട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് പ്ലേറ്റ് ഇട്ട് കൊടുത്ത് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇതുപോലെ പൈപ്പിങ്ങിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ, അതായത് സെൻറ്റർ ഭാഗം എത്തുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ സെൻറ്ററിൻ്റെ 2 വശത്തോട്ടും ഒരേ അളവിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സെൻറ്ററിൻ്റെ 2 സൈഡിലും ഒരേ അളവിൽ വേണം പ്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. എത്രയും ചെറിയ പ്ലേറ്റ്, ഇപ്പോൾ സ്ക്രൂ ഡ്രൈവറോ പ്ലേറ്റ് വെച്ചിട്ടൊക്കെ ചെറിയ പ്ലേറ്റ്സ് ഇടുകയാണെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ കൈവച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യാണ്. പിന്നെ പ്ലേറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 സൈഡും, ഇപ്പോൾ നമ്മൾ പൈപ്പിങ്ങിൽ സെൻറ്റർ കൊടുത്തിട്ടുണ്ട്, ആ സെൻറ്ററിൽ 2 സൈഡും എത്രയാണോ പീസ് വരുന്നത് അത് ഒരേ അളവിൽ ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ടെടുക്കണം. എന്നിട്ട് പ്ലേറ്റ് ഇട്ടതിന് ശേഷം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൈപ്പിങ്ങിനായിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് നല്ല വശത്ത്, അതായത് സ്ലീവിൻ്റെ നല്ല വശം ആക്കി വെക്കണം, എങ്കിലേ അത് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. നല്ല വശത്താണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വശത്താണ് ഫിനിഷിങ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുന്ന ഭാഗം സ്ലീവിൻ്റെ നല്ല വശമായിട്ട് നമ്മൾ എടുക്കാൻ നോക്കുക. ഈ പൈപ്പിങ് മടക്കുന്നത്, ഫോൾഡ് ചെയ്യുന്നത്, അതായത് എത്ര നമുക്ക് വീതി കൂടുതൽ വേണമെങ്കിൽ എടുക്കാം, കമ്മിയായിട്ട് വേണമെങ്കിൽ എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ഈ മടക്കുന്നതിൻ്റെ എൻഡിലൂടെ ഫിനിഷിംഗ് ആയിട്ട് ചെറിയ സ്റ്റിച്ച് ഇട്ടിട്ട് തയ്ച്ചെടുക്കണം.
അപ്പോൾ ഇതുപോലെ പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യുന്നത് നമ്മളിപ്പോൾ 2 ഇഞ്ച് ലെങ്ത്ത് കൂട്ടി എടുത്തിട്ടുണ്ട്. അത് ഇതേ ഇവിടെ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇതുപോലെ പ്ലേറ്റ്സ് ഇടുമ്പോൾ നമ്മളിപ്പോൾ താഴെ ഏത് ഭാഗത്തിലേക്കാണോ പ്ലേറ്റ് ഇട്ടിട്ടുള്ളത് അതേ ഭാഗത്ത് തന്നെ, അതായത് ഏത് സൈഡിലേക്കാണോ പ്ലേറ്റ് വന്നിട്ടുള്ളത് അതേ സൈഡിൽ തന്നെ ഇതുപോലെ മേൽഭാഗത്ത് ഇടുമ്പോഴും കറക്റ്റായിട്ട് വരണം. നമ്മൾ ഇങ്ങോട്ടാണ് തിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വശത്തേക്ക്, ഏത് വശത്താണ് താഴത്തെ പ്ലേറ്റ്സ് തിരിച്ച് വെച്ചിരിക്കുന്ന അതേ ഭാഗത്ത് തന്നെ നമ്മൾ മേലിൽ ചെയ്യേണ്ടതാണ്. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റായിട്ട് പഫ് നമ്മൾ 2 സൈഡും പഫ് ഇട്ടിട്ടുണ്ട്. 2 സൈഡും ഒരേ ഭാഗത്തിലേക്കാണ് നമ്മൾ പഫ് തിരിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ പൊന്തി ഫിനിഷിംഗ് ആയിട്ടുണ്ടാവും. ഇനി അടുത്ത് സ്ലീവിൻ്റെ സൈഡ് കൂട്ടുകയാണ്. അതായത് ഇപ്പോൾ സ്ലീവിൻ്റെ താഴെ വേണ്ടത് ഒരു കൈ ലൂസ് 4 ഇഞ്ചാണ്. അപ്പോൾ ആ 4 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ സൈഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്ലീവ് ഇതുപോലെയാണ് ആം ഹോള്, അതായത് സ്ലീവ് ചേർത്ത് വെക്കുന്നത്. സ്ലീവ് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആം ഹോളും കൈയിൻ്റെ കൈക്കുഴി ഇവിടെയൊക്കെ അളവ് കറക്റ്റായിരിക്കണം. കറക്റ്റ് അല്ലെങ്കിൽ നമുക്കത് പ്ലേറ്റ്, നമ്മൾ ഇപ്പോൾ ഫ്രോക്ക് കട്ട് ചെയ്യുമ്പോൾ അതായത് യോക്ക് പീസിൽ അളവ് കറക്റ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് പ്ലേറ്റ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ സ്ലീവിൽ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിലും വെച്ചൊരു 2 ഇഞ്ച് ലെങ്ത്ത് കൂടുതൽ എടുക്കുക. പിന്നെ നമുക്ക് എത്രയാണോ പഫ് ആവശ്യം, പഫ് നമുക്ക് ഇതിലും വെച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ 2 സ്ലീവും കറക്റ്റായിട്ട് ഫിനിഷിംഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇടുന്ന പ്ലീറ്റ്സുകൾ എത്രയും ചെറിയ പ്ലീറ്റുകളായിട്ട് ഇടാൻ പറ്റുന്നു അതേപോലെ ഇട്ടാലും ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.